അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് സ്കാറ്ററിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ വി ഡിസ്കസ്ഡ് ദി ക്വാണ്ടം മെക്കാനിക്കൽ സ്കാറ്ററിങ്. ഓക്കെ, അപ്പം സ്കാറ്ററിങ്ങിൽ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട വസ്തുത എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു. ദാറ്റ് ഇസ് ദി ടോട്ടൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ സിഗ്മ. ഇറ്റ്സ് എൻ ഏരിയ ഓക്കെ. സോ ടോട്ടൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എങ്ങനെ കിട്ടും? ഡിഫറൻഷ്യൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷനെ നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഈ പറയുന്ന ടോട്ടൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ കിട്ടും. ഓക്കെ, സോ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഹൗ ടു ഫൈൻഡ് ദി ഡിഫറൻഷ്യൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ. ഓക്കെ, സോ ഇത് ക്ലാസിക്കലി പല രീതിയിൽ കണ്ടുപിടിക്കാം. ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്നത് അത് സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിൽ നിന്നാണ്. ഓക്കെ, സോ ദ ഡി സിഗ്മ ബൈ ഡി ഒമേഗ is proportional to the f of theta, the scattering amplitude square, modulus square of this. Okay? So that is a length quantity, and which on taking square it becomes an area, and the differential scattering cross section is also an area. Okay, ഈ എഫ് ഓഫ് തീറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് വഴികളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിലത്തെ ഒന്നാമത്തെ വഴിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പാർഷ്യൽ വേവ് അനാലിസിസ് അല്ലേ. പാർഷ്യൽ വേവ് അനാലിസിസിൽ നമ്മൾ we changed the entire wave function of initial and scattered in terms of partial waves. L-ന്റെ ടേംസ് സമ്മേഷനിലുള്ള ടേംസുകളാക്കി മാറ്റി എഴുതി. എന്നിട്ട് ഒരു പാർഷ്യൽ വേവ് ആംപ്ലിറ്റ്യൂഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ പാർഷ്യൽ വേവ് ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ടേംസിൽ നമുക്ക് ഈ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാം എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ വൺ മെത്തേഡ് ബൈ ഫൈൻഡിങ് ദി പാർഷ്യൽ വേവ് ആംപ്ലിറ്റ്യൂഡ്സ്, ദറ്റ് ഇസ് AL, you can find the sigma by which is a summation over not necessarily, okay, yeah, that is 1 upon, not 1 upon, it's 4 pi summation over L from 0 to infinity 2L plus 1 into modulus of AL square. And how can we find this AL? Is by finding the solutions of the particle inside and outside the scattering region. കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ AL കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ we can also find it using the partial wave phase shift delta L. ഡെൽറ്റ എൽ വെച്ചിട്ടും നിങ്ങൾക്ക് ഇതേ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ തന്നെ കണ്ടുപിടിക്കാം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു സം 4 pi over k square summation of L from 0 to infinity, same 2L plus 1, but you have a sine square delta. Okay. So if you know, in most the cases we check only the L equal to 0 case, so that the S wave scattering അതാണ് നമ്മൾ ചെയ്യാറുള്ളൂ. L equal to 0 എന്ന് വിളിക്കുന്നത് നമ്മൾ S wave scattering എന്ന് പറയുന്ന സമയത്ത് ആ സെൻറ്ററിലൂടെ വരുന്ന ആ എനർജി പോർഷനെ മാത്രമേ നമ്മൾ എന്തിൽ ഉൾക്കൊള്ളുന്നുള്ളൂ, സ്കാറ്ററിങ്ങിൽ ഉൾക്കൊള്ളുന്നുള്ളൂ എന്നാണ് അർത്ഥം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ആൻഡ് വി വിൽ ഡിസ്കസ് ദ പ്രോബ്ലംസ് ഓഫ് ദിസ് while we discussing the total problems of the entire course. ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യും. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ the next method of finding the total scattering cross section by finding the scattering amplitude എന്ന് പറയുന്ന സാധനമാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് ബോൺ അപ്രോക്സിമേഷൻ. ബോൺ അപ്രോക്സിമേഷൻ ആണ്. ഓക്കെ, ബോൺ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ വി റൈറ്റ് ദ ഇൻ്റഗ്രൽ ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആൻഡ് സോൾവ് ഇറ്റ് യൂസിങ് ദി ഗ്രീൻസ് ഫംഗ്ഷൻ. ഓക്കെ, ഷ്രോഡിഞ്ചർ ഇക്വേഷനെ നമ്മൾ ആദ്യം ഇൻ്റഗ്രൽ ഫോമിലേക്ക് മാറ്റും. ഓക്കെ, എങ്ങനെ? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി അതിൻ്റെ ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ എന്താണ് ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് ഞാൻ വഴിയെ പറയാം. അതിൻ്റെ നിങ്ങൾ ഗ്രീൻസ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഏറ്റവും നല്ല ഫിസിക്കൽ ആപ്ലിക്കേഷൻ വരുന്ന സ്ഥലമാണ് ക്വാണ്ടം മെക്കാനിക്സിലെ ഇൻ്റഗ്രൽ ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, so first of all we write which is equal to the integral form of Schrodinger equation. ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എസ്സേയുടെ ഭാഗമായിട്ട് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഇൻ്റഗ്രൽ ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതാം. ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണ്? ദിസ് ടൈം
independent Schrodinger equation. 3 dimension minus h cross square by 2m del square psi plus v psi is equal to e. ഇതിനെ ഞാനൊരു ഇൻഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി എഴുതാൻ വേണ്ടി പോവാണ്. ഐ എം ഗോയിങ് ടു റൈറ്റ് ആസ് എൻ inhomogeneous differential equation. എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ചേഞ്ച് ദിസ് v to the other side and e to this side. v സൈൻ അപ്പുറത്തേക്കും v സൈൻ അപ്പുറത്തേക്കും കൊണ്ട് എന്തിനാണ് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഓക്കെ, സോ ദാറ്റ് ദ ഇക്വേഷൻ എങ്ങനെ ഇരിക്കും? ദിസ് ഇസ് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m del square psi minus e psi equal to minus v psi, so that you can avoid all the minus signs and everything will be a plus. അല്ലേ, എല്ലാം പ്ലസ് ആയി മാറും. ഇവിടുത്തെ മൈനസ് പോയി, ഇവിടുത്തെ മൈനസ് പോയി, ഇവിടുത്തെ മൈനസ് പോയി, സോ ഐ ക്യാൻ ബ്രിങ് എവറിത്തിങ് ടു ബി പ്ലസ്. ഓക്കെ, പ്ലസ് എഴുതുന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. ഇനി ഐ എം മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ 2m by h cross square. So what happens? Multiplying throughout by 2m over h cross square. So this becomes, first equation is some del square psi plus 2me by h cross square psi, which is equal to 2mv by h cross square psi. Okay, and I'm going to call this quantity as k square as in the previous cases. പിന്നെ പഴയ ടേമുകളെ പോലെ നമ്മൾ എന്തിനെ വിളിക്കാൻ പോവാണ്? ഇതിനെ k square എന്ന് വിളിക്കാം. കാരണം k square തന്നെയാണ് 2me by h cross square, but usually it happens to be in the other side, or we club the both e and v together ആണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്. So that I can club this equation and I can write this is equal to del square plus k square into psi equal to, ഇപ്പുറത്ത് I have a large number of functions, potential ഉണ്ട്, wave function ഉണ്ട്, അതെല്ലാറ്റിനെയും കൂടി ചേർത്ത് ഞാൻ q എന്ന് വിളിക്കുകയാണ്, q. So this is my inhomogeneous. എന്താണ് ഇൻഹോമോജിനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സംതിങ് അപ്പുറത്തെ ഒരു സോഴ്സ് ടേം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ ഇൻഹോമോജിനിയസ് ഇക്വേഷൻ എന്ന് പറയാം. So which is the source term here? The potential itself is the source term here. Okay, നോക്കൂ, ഈ പാർട്ട്, ഇത്രയും പാർട്ട് ഇവിടുത്തെ ഏത് പൊട്ടൻഷ്യൽ വെച്ചാലും സെയിം ആണ് അല്ലേ. ഞാൻ വിനെ മാറ്റി, നമുക്ക് സ്കാറ്ററിംഗിൽ 1/1 ആയിട്ട് മാറി, അല്ലെങ്കിൽ ഷ്രോഡിംഗർ ഇക്വേഷൻ തന്നെ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നായി മാറുന്നത് എപ്പോഴാണ്? അതിൻ്റെ പൊട്ടൻഷ്യലുകൾ മാറി മാറി വരുന്ന സമയത്താണ്. ഓക്കെ, പക്ഷെ ആ മാറ്റത്തെ, പൊട്ടൻഷ്യലിൻ്റെ മാറ്റത്തെ മുഴുവൻ നമ്മൾ എങ്ങോട്ട് മാറ്റി? ഈ പറയുന്ന ഇൻഹോമോജിനസ് ടേമിലേക്ക് മാറ്റി. ഓക്കെ, സോ ദാറ്റ് ഈസ് സെക്കൻഡ്. Okay, one second. We'll do that. അപ്പം ആ പൊട്ടൻഷ്യലിൻ്റെ എല്ലാ പ്രസൻസും വാട്ട് എവർ ബി ദാറ്റ് ബിക്കംസ് ഇൻ ദി ഇൻഹോമോജിനിയസ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്യൂ എന്ന് പറയുന്ന ആരാണ്? 2mv by h cross square times psi എന്ന് പറയുന്ന ഇതെല്ലാം ഉണ്ട്, ഈ എല്ലാം കൂടി ചേരുന്നതാണ് ക്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഇൻഹോമോജിനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, സോ ആ ഇക്വേഷനെ ഞാൻ അപ്പോഴത്തേക്ക് മാറ്റി എഴുതാം. നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി, ദാറ്റ് ഇസ് ഇക്വൽ ടു ഡെൽ സ്ക്വയർ പ്ലസ് k square acting on psi which is equal to some q, some function. ഇനിയാണ് നമ്മൾ ഇങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ ആരെ അപ്ലൈ ചെയ്യുന്നത്? ഗ്രീൻസ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. ഗ്രീൻസ് ഫംഗ്ഷൻ എന്താണ്? ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള ഒരു ഇൻഹോമോജിനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹോമോജീനിയസ് പാർട്ട് എന്ന് വെച്ചാൽ ആരാണ്?
ഇതാണ് അതിൻ്റെ ഇൻഹോമോജനിറ്റി. അപ്പോൾ അതിൻ്റെ ഹോമോജനിയസ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പാർട്ട്. ഓക്കെ, ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ടിങ് ഓൺ സംതിങ് ഈക്വൽ ടു 0. സോ യു കനോട്ട് സേ ദാറ്റ് ദിസ് ഇസ് സൈ ഇറ്റ് സെൽഫ്. കാരണം സൈ എന്ന് പറയുന്ന ആളുടെ സൊല്യൂഷനാണ്. ഇവിടെ ക്യൂ കൂടി ഉള്ള സമയത്ത് സൊല്യൂഷനാണ്. സോ ഇവിടെയുള്ള ആ സൊല്യൂഷനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഗ്രീൻസ് ഫംഗ്ഷൻ, ജി. ഓക്കെ, അതായത് ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയും ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ ഗ്രീൻസ് ഫംഗ്ഷൻ. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വിചാരിക്കാം. സോ by solving this, because q is absolutely an arbitrary quantity and by a problem to problem that will be different. Okay, അപ്പോൾ അതുകൊണ്ട് അതിനൊരു ജനറൽ സൊല്യൂഷൻ എഴുതാന്ന് പറയുന്നത് പറ്റില്ല. പക്ഷേ ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഓഫ് ആക്ടിങ് ഓൺ സം ഫംഗ്ഷൻ ഈക്വൽ ടു 0 എന്നുള്ളതിന് ഒരു ജനറൽ സൊല്യൂഷൻ പോസിബിൾ ആണ്. ഓക്കെ, സോ ദാറ്റ് സൊല്യൂഷൻ ഈസ് ഫോർ ദ പർട്ടിക്കുലർ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്ററിന്റെ ഗ്രീൻസ് ഫംഗ്ഷൻ എന്നാണ് പറയാം. ഓക്കെ, ചിലപ്പോൾ ഡെൽ സ്ക്വയർ മാത്രമേ ഉള്ളെങ്കിൽ വേറൊരു ഗ്രീൻസ് ഫംഗ്ഷൻ ആയിരിക്കും. ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഉള്ളതുകൊണ്ട് വേറൊരു ഗ്രീൻസ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഗ്രീൻസ് ഫംഗ്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ if you able to find this out, അത് ആരുടെ ഗ്രീൻസ് ഫംഗ്ഷൻ ആണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓപ്പറേറ്ററിൻ്റെ ഗ്രീൻസ് ഫംഗ്ഷനാണ്. ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഗ്രീൻസ് ഫംഗ്ഷൻ കിട്ടിയാൽ ആ ഗ്രീൻസ് ഫംഗ്ഷൻ വെച്ച് നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാനാണ്? സൈനെ കണ്ടുപിടിക്കാനാണ് ശാസ്ത്രം. ഓക്കെ, സോ ദാറ്റ് സൊല്യൂഷൻ ഇസ് സംതിങ് ലൈക്ക് ദിസ് psi of r will be equal to an integral which includes the Green's function at some other point r minus r0 into the function, the q function at r0 dq r0. അതിനെക്കുറിച്ച് വേറെ ചെയ്യേണ്ട. ഞാൻ അതിൻ്റെ ജനറൽ എസൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ആ ഗ്രീൻസ് ഫംഗ്ഷനെ ഈ സോഴ്സ് പോയിന്റിൻ്റെ ഫംഗ്ഷനും ചേർത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാം? ഈ സൈ ഓഫ് ആറിനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഈ സൈ ഓഫ് ആർ എന്ന് പറയുന്നത് ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എല്ലാം കൂടെ ഒരൊറ്റ സൊല്യൂഷൻ ആയിരിക്കും. സോറി, ജി ഓഫ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ ജി ഓഫ് ആർ നിങ്ങൾക്ക് ആദ്യം കണ്ടുപിടിച്ച് വെക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ മാറുന്നതനുസരിച്ച് നമുക്ക് ആരെ മാത്രം മാറ്റിയാൽ മതി? ഈ ക്യൂവിനെ മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ ആരാണ്? സൈ ഓഫ് ആർ ആണ്. സോ ഈ സൈ ഓഫ് ആറിൻ്റെ സൊല്യൂഷൻ നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ പോലെ അല്ല കിടക്കുന്നത്. എങ്ങനെയാണ് കിടക്കുന്നത്? ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ പോലെ കിടക്കുന്നത് അല്ലേ? ഇതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഫൈൻഡ് ദ ഗ്രീൻസ് ഫംഗ്ഷൻ ഓഫ് ദിസ് ഓപ്പറേറ്റർ del square plus k square, and this is basically the Helmholtz operator. Helmholtz operator എന്നാണ് ഇതിനെ വിളിക്കുക. del square plus k square, അതിൻ്റെ ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ആ ഗ്രീൻസ് ഫംഗ്ഷൻ വെച്ച് ഈ പൊട്ടൻഷ്യലും കൂടെ ക്യൂ ടേമും കൂടെ ചേർത്ത് ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ എഴുതുക, and that is the integral equation for psi of r. Okay, and in the later stage we will compare this with the wave, total wave function and find the f of theta. അതിലേക്ക് എത്തുന്നതിന് മുന്നേ പറയാം. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗ്രീൻസ് ഫംഗ്ഷൻ നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് ഗ്രീൻസ് ഫംഗ്ഷൻ സോൾവ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വി ക്യാൻ റൈറ്റ് എ ഫ്യൂ സ്റ്റെപ്സ്. അത് ഞാൻ എന്താ പറയുക, നമ്മുടെ ഗ്രിഫിത്തിലുണ്ട്, നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അത് കാരണം അതൊരു കോമൺ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഒന്ന് ജസ്റ്റ് കുറച്ച് സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അങ്ങനെ പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. Okay. Oh, okay. I just ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാനിവിടെ വരുത്തിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ദിസ് ഇസ് ഈക്വൽ ടു 0ക്കല്ല നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. പകരം ദിസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഫംഗ്ഷൻ ആണ് കേട്ടോ. എക്സ്ട്രീംലി സോറി ഫോർ ദ മിസ്റ്റേക്ക്. ഓക്കെ, ഞാനിപ്പോൾ നേരത്തെ എന്താ പറഞ്ഞത്? ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ടിങ് ഓൺ സൈ ഈക്വൽ ടു ക്യൂ ആണെന്ന് പറഞ്ഞു. ഇതൊരു ഇൻഹോമോജിനസ് ഇക്വേഷൻ ആണ്. ആ ഇൻഹോമോജിനസ് ഇക്വേഷൻ മാറ്റിയിട്ട് ഞാനൊരു ഹോമോജിനസ് ഇക്വേഷൻ അല്ല ഉണ്ടാക്കുന്നത്. പകരം അവിടെ ആ സോഴ്സിനെ മാറ്റിയിട്ട് ഞാനൊരു ഡെൽറ്റ ഫംഗ്ഷൻ സോഴ്സ് ആണ് വെക്കുന്നത്. ഓക്കെ ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു സം ഡെൽ ക്യൂബ് ആർ. ഇതൊരു സിംഗിൾ സോഴ്സാണ്. ആ സോഴ്സിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു പോയിന്റിലാണ് അതിൻ്റെ വാല്യൂ ഉള്ളൂ. ആർ ഈക്വൽ ടു 0യിൽ മാത്രം വാല്യൂ ഉള്ള ഒരു സാധനമായിട്ട് മാറ്റുകയാണ്. ഓക്കെ, അപ്പം ശരിക്കും ഇത് എങ്ങനെയാണ് ഫിസിക്കലി സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത്രയും വി ഓഫ് ആർ ഉണ്ടെന്ന് ഇരിക്കുക സോഴ്സായിട്ട്. ഓക്കെ, വി ഓഫ് ആർ ഇത് മുഴുവൻ നടക്കുന്ന ഒരു സ്കാറ്ററിങ് സെൻറ്റർ ആണെന്ന് വിചാരിക്കുക. ആ സെൻറ്ററിനെ മുഴുവൻ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് എന്താക്കി മാറ്റുകയാണ്? ഒരു പോയിന്റിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷനാക്കി മാറ്റുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിന് ചെറിയ വ്യത്യാസമുണ്ട്, അത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, so that is Green's function is basically is the solution of that particular differential equation where the source is a delta function.
സോഴ്സ് ഡെൽറ്റ ഫംഗ്ഷൻ ആയിട്ടുള്ള സൊല്യൂഷനാണ്, അല്ലാതെ ഹോമോജിനിയസ് ആയിട്ടുള്ള പാർട്ടിൻ്റെ സൊല്യൂഷൻ അല്ല കേട്ടോ. അത് ദാറ്റ്സ് എ ഡിഫറൻറ്റ് സൊല്യൂഷൻ. ഹോമോജിനിയസ് ആയ പാർട്ടിൻ്റെ സൊല്യൂഷൻ വേറെ സൊല്യൂഷനാണ്. എനിക്ക് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ. സോ ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഏതാണോ ഓപ്പറേറ്റർ, ആ ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ സം ഫംഗ്ഷൻ ഈക്വൽ ടു ദ സോഴ്സ് ടേമിന് പകരം ആരാണ്? ഡെൽറ്റ ഫംഗ്ഷൻ ആണെങ്കിൽ. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം along with this point. അപ്പോൾ അതുകൊണ്ടാണ് ഈ R ഈക്വൽ ടു R0 എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെൽറ്റ ഫംഗ്ഷൻ നടക്കുന്ന പോയിന്റിലേക്ക് അതിനെ ചുരുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി എന്നുള്ള ഉത്തരം വരുന്നത്. ഓക്കെ ഞാൻ ഇനി ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്, കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ടിങ് ഓൺ some function, that's our Green's function. I am writing it's g of r, which is equal to delta function. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മളിതിനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൻ്റെ താഴെ നമുക്ക് എഴുതാം ദിസ് ഇസ് ആക്ച്വലി ദ ഗ്രീൻസ് ഫംഗ്ഷൻ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം. അതായത് ഈ സൊല്യൂഷൻ ഇതിൽ വർക്കാവോ എന്ന് ചെക്ക് ചെയ്യുന്നൊരു സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, സ്റ്റെപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് വി നോ ദാറ്റ് ദിസ് ഈസ് അവർ സൊല്യൂഷൻ, ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ടിങ് ഓൺ നമ്മുടെ സൈ ഓഫ് ആർ ആണ്. ഓക്കെ, ശരിക്കും വേണ്ടത്. ഓക്കെ, സോ ആ സൈ ഓഫ് ആറിന് പകരം എനിക്ക് എന്ത് വയ്ക്കാം? ഐ എം അപ്ലൈയിങ് ദിറ്റ്സ് ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. അതിന് പകരം ഞാൻ വെക്കാൻ പോകുന്നത് അതിൻ്റെ സൈ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതി. ദറ്റ്സ് ഈക്വൽ ടു ആൻ ഇൻറ്റഗ്രൽ ഓഫ് ജി ഓഫ് ആർ മൈനസ് ആർ സീറോ ഇൻറ്റു ക്യൂ ഓഫ് ആർ സീറോ ഡി ക്യൂ ആർ സീറോ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, so you have a differential and integral, you can interchange the operator. Del square ഓപ്പറേറ്ററിന് ആദ്യം ഉള്ളിലേക്ക് പോവാം, ഇൻ്റഗ്രലിനെ പുറത്ത് എഴുതാം. So that this is equal to integral of this del square plus k square acting on this g of r minus r0 q of r0 d cube r0. ഓക്കെ, പക്ഷേ നമുക്ക് അറിയാം ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ടിങ് ഓൺ ജി ഓഫ് ആർ മൈനസ് ആർ സീറോ ആരാണ്? അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയത് അല്ലേ? ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ടിങ് ഓൺ ജി എന്ന് പറയുന്നത് ഡെൽ ക്യൂബ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും കാര്യം നമുക്ക് അറിയാം. അതായത് ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ടിങ് ഓൺ ജി ഓഫ് ആർ എന്ന് പറയുന്നത് ഡെൽ ക്യൂബ് ആർ ആണ്. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ആറിന് പകരം ഇതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് മീൻസ് ദാറ്റ് ആർ എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി ആർ മൈനസ് സീറോ ആണ്. ഓക്കെ, അപ്പോൾ സീറോയിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ആർ മൈനസ് സീറോ വരുന്നത്. ഓക്കെ, അതിന് പകരം ഒരു പോയിന്റിലാണെന്ന് വെക്കുക, അറ്റ് ആർ മൈനസ് ആർ സീറോ എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിൽ ഡെൽറ്റ ഫംഗ്ഷൻ എവിടെ ആയിരിക്കും? അറ്റ് ആർ മൈനസ് ആർ സീറോ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും. ഓക്കെ, സോ മീൻസ് ദാറ്റ് the del if you act del square plus k square acting on g of r minus r0, this becomes ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? this becomes, so the integral will be here, this will become del cube of r minus r0. Of course the integral will pertain here, remain here, and you have a q of r0 d cube r0. Okay, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഡെൽറ്റ ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ഡി ക്യൂബ് ആർ സീറോ ആണ്. അതിൻ്റെ അർത്ഥം ദ എൻറ്റയർ ഫംഗ്ഷൻ വിൽ ടേക്ക് ദ ഫോർമാറ്റ് ആർ ഈക്വൽ ടു ആർ സീറോ. സോ വിൽ ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ എല്ലാം ആർ സീറോയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ആർ സീറോ എന്നുള്ളത് ആർ വാല്യൂ ആവും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് ആർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ടിംഗ് ഓൺ സൈ എഫ് ആർ ഈക്വൽ ടു ക്യൂ ഓഫ് ആർ എന്നാണ് നമ്മുടെ ഇനീഷ്യൽ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ടിംഗ് ഓൺ സൈ ഈക്വൽ ടു. സോ ദാറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് if you change like this.
ഇതിനെങ്ങനെ മാറ്റിയാൽ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും എന്നുള്ള ഒരു സാറ്റിസ്ഫൈ. ഇത് ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, കാരണം ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ജി ഓഫ് ആറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജി ഓഫ് ആർ ഈ ഒരു ഫോമിലാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് അവർ എക്സാക്ട് ജി ഓഫ് ആർ. ഓക്കെ, സോ ലെറ്റ് us see. Now this is the required Green's function for the differential equation. Okay, അതിനുവേണ്ടി നമ്മൾ ആദ്യം അതിൻ്റെ ജി ഓഫ് ആറിൻ്റെ ഒരു ഫോറിയർ ട്രാൻസ്ഫോമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഫോറിയർ ട്രാൻസ്ഫോം, ആ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പേര് സം ജി ഫങ്ഷൻ ഓഫ് എസ് എന്നാണ്. ജി ഓഫ് എസ്. ഓക്കെ, ആറും എസും ഈ പറഞ്ഞ പോലെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള വാരിയബിൾസ് ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് എനിക്ക് ഐ ക്യാൻ റൈറ്റ് ദ എക്സ്പ്രഷൻസ് ഓഫ് ദ ഇൻവേഴ്സ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഈച്ച് അതർ. രണ്ടിൻ്റെയും ഫോറിയർ ട്രാൻസ്ഫോമുകളെ ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കിക്കോ, ആദ്യം ഐ ക്യാൻ റൈറ്റ് ദ ജി ഓഫ് ആർ വിച്ച് ഇസ് ഈക്വൽ ടു ബേസിക് ഇൻറ്റഗ്രേഷൻ എങ്ങനെയാണ്? യു ഹാവ് സം കോൺസ്റ്റൻറ്റ്സ് ആൻഡ് ഇൻറ്റഗ്രൽ. ഒരു എക്സ്പോണൻ്റ് ഉണ്ടാവും, അത് ഐ ടൈംസ് ഇവിടുത്തെ വാരിയബിളിൻ്റെയും ഇവിടുത്തെ വാരിയബിളിൻ്റെയും കൂടി ഡോട്ട് പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് എസ് ഡോട്ട് ആർ. ഇതാണ് ഒരു അതിൻ്റെ കേർണൽ ഓഫ് ദിസ് ഇൻറ്റഗ്രൽ. ഓക്കെ, ദെൻ യു ഹാവ് ദിസ് ഫങ്ഷൻ വിത്ത് എസ്, യു ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ഇറ്റ് ഓവർ എസ്. ഇതാണ് സാധാരണ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ അല്ലേ? നോക്ക്, ഇവിടെ യു ഹാവ് കോംപ്ലിമെന്റ് കേർണൽ ഫംഗ്ഷൻ ഹിയർ ആൻഡ് ദിസ് ഇസ് എ ഫംഗ്ഷൻ ഓവർ എസ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ഓവർ എക്സ്. സോ വാട്ട് വിൽ ബി റിമൈനിങ് ഫംഗ്ഷൻ വിൽ ബി ആർ ആൻഡ് ദാറ്റ് ഇസ് ദിസ്. ഓക്കെ, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഒക്കെ ഉണ്ട്, അത് ഏകദേശം ഓർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ദാറ്റ് ഇസ് 1/2π റേസ് ടു 3/2. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണമാണ്. ഈവൺ ഇഫ് യു സ്കിപ്പ് ദി ഇൻറ്റഗ്രേഷൻ ദ കോൺസ്റ്റന്റ്, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, സോ വാട്ട് ഹാപ്പൻസ്, നമുക്ക് ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയറിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ ജി ഓഫ് ആറിന് പകരം നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്? അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കൊടുക്കാൻ വേണ്ടി പോവാണ്. ലെറ്റ് us see what happens. അപ്പം ഇക്വേഷൻ എങ്ങനെയാണ്? ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ടിങ് ഓൺ ജി ഓഫ് ആർ അല്ലേ? ആക്ടിങ് ഓൺ ജി ഓഫ് ആർ ഈക്വൽ ടു ഡെൽറ്റ ഫംഗ്ഷൻ എന്നാണ്. ഈ ജി ഓഫ് ആറിന് പകരം ഞാൻ എന്ത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്? ഈ ഇൻറ്റഗ്രൽ മുഴുവനായിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇസ് ഈക്വൽ ടു ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ acting on what? You have this 1/2π raised to 3/2. Then you have an integral e raised to plus I s dot r. Then you have a g of s dqs. Okay, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോക്കൂ, ഡെൽ സ്ക്വയറും കെ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററുകൾ ബേസിക്കലി ആർ എന്ന് പറയുന്ന കോർഡിനേറ്റിന് വേണ്ടി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഓപ്പറേറ്ററുകളാണ്. ഓക്കെ, അത് ആരുടെ മുകളിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ? ആറിൻ്റെ മുകളിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ആക്ട് ഓൺ ദിസ് എസ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ട് ചെയ്യുന്ന ഒരേ ഒരാളേ ഉള്ളത് ആരാണ്? ഈ പറഞ്ഞ ഇ റേസ് ടു ഐ എസ് ഡോട്ട് ആർ മാത്രമാണ്. ഓക്കെ, അതിൻ്റെ മുകളിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ഓക്കെ, കെ സ്ക്വയർ ആക്ട് ചെയ്താൽ ഒന്നുമില്ല, അതന്നെ കിട്ടും. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ആക്ട് ഡെൽ സ്ക്വയർ ഓൺ ദിസ്? ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഡെൽ സ്ക്വയർ ഇ റേസ് ടു ഐ എസ് ഡോട്ട് ആറിൻ്റെ മുകളിൽ ആക്ട് ചെയ്താൽ എന്താ കിട്ടുക എന്ന് പറയുകയാണെങ്കിലും?
ഡെൽ സ്ക്വയർ ഇ റേസ് ടു ഐ എസ് ഡോട്ട് ഡെൽ സ്ക്വയർ എന്ന് വെച്ചാൽ 2 പ്രാവശ്യം ഡെല്ല്. ഒരു ഡെല്ല് ആക്ട് ചെയ്യുമ്പം എന്തുണ്ടാവും? ഇ റേസ് ടു ഐ എസ് ഡോട്ട് ആറിൽ നിന്ന് എന്ത് പുറത്ത് വരും? ഐ എസ് പുറത്ത് വരും. 1 പ്രാവശ്യം ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഐ എസ് കൊണ്ട് പുറത്ത് വരും. സോ ടോട്ടലി ഇറ്റ് വിൽ ബി ഐ സ്ക്വയർ എസ് സ്ക്വയർ. ആൻഡ് വാട്ട് ഈസ് ഐ സ്ക്വയർ? ഐ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? -1. So -1 times we have -1 times s square. So what I'm going to write is the action of del square over this quantity. അതിന്റെ എന്തുകൊണ്ടാണ് ഇത് മാത്രം എഴുതുന്നത്? ഇതിന്റെ ഹോൾ മാത്രമേ ആക്ഷൻ ഉള്ളൂ. കാരണം ബാക്കിയുള്ളതൊക്കെ എസിലുള്ള ഫംഗ്ഷൻസ് ആണ്. സോ del square will not act. So the action of del square over e raised to I s dot r എന്ന് പറയുന്നത് -s square into e raised to I exponential function as a function remains. Okay, so I can rewrite the every terms in the following form. എല്ലാം കൂടി ചേർത്ത് ഇങ്ങനെ ഇരിക്കും. is equal to 1 upon 2 pi raised to 3/2 അവിടെ ഉണ്ട്. ഇൻ്റഗ്രൽ ഉണ്ട്. ഇൻ്റഗ്രൽ എന്തൊക്കെയാണുള്ളത്? ഒരു ടേമിൽ -s square e raised to I s dot r വരും. പ്ലസ് കെ സ്ക്വയർ ആക്ട് ചെയ്യുന്ന സമയത്ത് കെ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ഐ എസ് ഡോട്ട് ആർ. കെ സ്ക്വയർ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ മൾട്ടിപ്ലൈ ബൈ കെ സ്ക്വയർ എന്ന് മാത്രം വരും. ഓക്കെ, ഇത്രയും പോർഷൻ ഉണ്ട്. ആക്ഷൻ ഓഫ് ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ദെൻ യു ഹാവ് എ ജി ഓഫ് എസ് ആൻഡ് ദിസ് ഇൻറ്റഗ്രേറ്റഡ് ഓവർ ഡി ക്യൂബ് എസ്. ഇത്ര സാധനമുണ്ട്. ഓക്കെ, സോ okay, so this is equal to this is equal to 1/2 pi raised to 3/2 integral -s square plus k square e raised to I s dot r g of s d cube s. Okay, സർ ഇതിന് മുമ്പത്തെ പേജ് ഒന്ന് എടുക്കോ? ഒരു കാര്യം എഴുതാൻ വിട്ടേ. ഞാൻ എഴുതാൻ വിട്ടുപോയെന്നാണോ അതോ നിങ്ങൾ എടുത്ത് എഴുതാൻ? ഞാൻ എഴുതാൻ വിട്ടേ. ഇനി മാറ്റിക്കോ. ശരി ശരി. Okay, so this is 1/2 pi raised to 3/2 minus s square plus k square e raised to I s dot r g of s. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായാലും കൂടെ ഒന്ന് ഓർത്ത് വെക്കുന്ന നല്ലതാണ്. ദാറ്റ് ഈസ് del square plus k square acting on g of r. പറയുന്നത് ഇത്രയാണ്. ഓക്കെ, ഇനി ഇതിനെ എനിക്ക് വേണമെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി ഡെൽറ്റ ഫംഗ്ഷൻ അറ്റ് ആർ ഈക്വൽ ടു 0 അല്ലേ? ഡെൽറ്റ ഫംഗ്ഷൻ ആണ്. ഡെൽറ്റ ഫംഗ്ഷന് എനിക്ക് ഒരു ഇൻ്റഗ്രൽ എക്സ്പ്രഷൻ ഉണ്ട്. ദിസ് ഈസ് ബേസിക്കലി ദ ആൻസർ ഈസ് ഡെൽ ക്യൂബ് ആർ ആണ്. ഓക്കെ, ഈ ഡെൽ ക്യൂബ് ആറിനെ എനിക്ക് വേണമെങ്കിൽ ഈ എസിൻ്റെ ടേംസിൽ എഴുതുന്ന ഒരു എക്സ്പ്രഷൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, സോ ദാറ്റ് എക്സ്പ്രഷൻ ഈസ് ലൈക്ക് ദിസ്. That is, you can write the delta function del cube r, which is equal to 1/2 pi raised to 2 pi cube integral e raised to I s dot r d cube s. No other expression. So this is integrated over and finally eventually it becomes a function of r and a function of it. Okay, അപ്പോൾ നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ഡെൽ ക്യൂബ് ആർ. ആ ഡെൽ ക്യൂബ് ആറിന് ഇങ്ങനെ എക്സ്പ്രഷൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം യു ക്യാൻ കമ്പയർ ദിസ് ടേം ആൻഡ് ദിസ് ടേം.
ഇതിന് രണ്ടും കൂടി പരസ്പരം കമ്പയർ ചെയ്യാം. ഇതും ഡെൽ ക്യൂ ബാർ ആണ്, ഇതും ഡെൽ ക്യൂ ബാർ ആണ്. ഇതിനെ പരസ്പരം എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ആരെ കിട്ടും? ജി ഓഫ് എസിനെ കിട്ടും. ജി ഓഫ് എസിനെ കിട്ടിയാൽ അതിൽ നിന്ന് ആരെ കണ്ടുപിടിക്കാം? ജി ഓഫ് ആറിനെ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. നമ്മളോട് പറയാം. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഇൻട്രൊഡ്യൂസ്ഡ് ഫോറിയർ ട്രാൻസ്ഫോം ഫോർ ജി ഓഫ് ആർ. ഓക്കെ, ആ ജി ഓഫ് ആറിനെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ടേംസിൽ എഴുതി. എന്നിട്ട് ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ടിംഗ് ഓൺ ജി ഓഫ് ആറിന് പകരം ആ ജി ഓഫ് ആറിന് പകരം ഞാൻ എൻ്റയർ എക്സ്പ്രഷൻ എഴുതി കൊടുത്തു. ഐ നോ ദറ്റ് ദ ആൻസർ ഈസ് ഡെൽ ക്യൂ ബാർ. ഡെൽ ക്യൂ ബാറിന് ഞാൻ എസ്സിലുള്ള ഒരു എക്സ്പ്രഷൻ, ജനറൽ എക്സ്പ്രഷൻ എഴുതി. അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാനാണ് പോകുന്നത്. ക്യാൻ യു കമ്പയർ ദിസ് ആൻഡ് ക്യാൻ യു ഫൈൻഡ് ജി ഓഫ് എസ്? ആരെങ്കിലും ഒന്ന് കമ്പയർ ജി ഓഫ് എസ് കണ്ടുപിടിച്ചേ. സോ വാട്ട് ഈസ് ജി ഓഫ് എസ്? കമ്പയർ ചെയ്തുണ്ടാക്കിയാണ്. ഇതിപ്പം ഡെൽ ക്യൂ ബാർ ഈക്വൽ ടു ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതിപ്പോൾ നമുക്ക് കിട്ടിയതാണ്. ഡെൽ ക്യൂ ബാർ ഈക്വൽ ടു ദിസ് വൺ. ഓക്കെ, ഡെൽ ക്യൂ ബാർ ഓൾസോ ഈക്വൽ ടു ദിസ് വൺ. സോ യു ക്യാൻ കമ്പയർ ദീസ് ടു ആൻഡ് യു ക്യാൻ ഫൈൻഡ് ജി ഓഫ് എസ്. റിമെമ്പർ, ഒന്ന് 2π/3/2 ആണ്, ഒന്ന് 2π/3 മാത്രമേ ഉള്ളൂ. ആൻഡ് ഹിയർ യു ഹാവ് ഡി ക്യൂബസ്, ഹിയർ ഡി ക്യൂബസ്. ചെയ്തോ? എന്താ കിട്ടിയത്? 1 divided by 2π/3/2 into k square minus s square. 1 divided by 2π/3/2 into 1 by 1 by k square minus s square. Okay, so we got this g of s. So g of s കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം g of r ൻ്റെ എക്സ്പ്രഷനിൽ അത് കൊടുത്താൽ മതി. ഓക്കെ, so g of r is equal to basically 1 by 2π/3/2 integral e raised to I s dot r into g of s എന്നാണ്. ആ g of s ന് പകരം ആരെ എഴുതുക? ഈ g of s ന് എഴുതുക. that is 1 by 2π/3/2 again 1 minus k square minus s square which is integrated over d cube s. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത. സോ ദാറ്റ് you have a 3/2 here and a 3/2 here, so you can overall you can write 1 by 2π cube. നോട്ട് ചേർത്ത് എഴുതാം. 1 by 2π cube എന്ന് എഴുതാം. ഇൻറ്റഗ്രേറ്റഡ് e raised to I s dot r into 1 by k square minus s square d cube s. ഇനി ഈ ടെക്സ്റ്റിലെ ഈ അടുത്ത 2 പേജുകളും അത് മാറ്റി വയ്ക്കുന്നത് കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ വെച്ചിട്ട് ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദാറ്റ് യു ക്യാൻ സ്കിപ്പ് ആൻഡ് യു ക്യാൻ ഐദർ അതിനെ കാണാതെ പഠിക്കുകയോ അല്ലെങ്കിൽ ചെയ്യാനുള്ള മെത്തേഡുകൾ പണ്ട് മാത്തമാറ്റിക്സിന് എടുക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ പേജ് നമ്പർ യു ക്യാൻ റെഫർ ദ പേജ് നമ്പേഴ്സ്. ഇറ്റ്സ് ഫ്രം 416 and 417 വരുന്ന സാധനമാണ്.
കാരണം ആ സ്റ്റെപ്പുകൾ എത്ര വിപുലമാക്കി എഴുതിയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്കിനെ കുറച്ച്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത് മുഴുവൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അത് ബിറ്റ് ഡിഫിക്കൽട്ട് ഫോർ യു. ഓക്കെ, ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ആ ജി ഓഫ് ആറിന്റെ വാല്യൂ ഇത്ര ഇന്റഗ്രൽ എഴുതി കഴിഞ്ഞാൽ ആ ജി ഓഫ് ആറിന്റെ വാല്യൂ നിങ്ങൾ ഇങ്ങനെ എഴുതാം. യു ക്യാൻ യൂസ് മെനി മെത്തേഡ്സ് ടു ഫൈൻഡ് ദിസ് ഇന്റഗ്രൽ. ബേസിക്കലി നമ്മൾ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആണ് ചെയ്യുക. അതിന്റെ കോർഡിനേറ്റ് ഒക്കെ മാറ്റി കോംപ്ലക്സ് ഇന്റഗ്രേഷൻ വെച്ച് പോൾസ് ഒക്കെ കണ്ടുപിടിച്ച് നമുക്കത് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ജി ഓഫ് ആറിനെ നമ്മൾ നേരിട്ട് അങ്ങ് എഴുതുകയാണ്. ഓക്കെ, so we know that this g of r will be a function of r, that g of r is equal to some minus e raised to I kr by 4 pi r. ഞാൻ കാര്യം പറയട്ടെ, ഇത് എന്ന് പറയുന്നത് ആരുടെയാണ്? ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്ന് പറയുന്ന ഏത് ഓപ്പറേറ്ററിൻ്റെയും ഗ്രീൻസ് ഫംഗ്ഷൻ ആണ്. അത് കോമൺ ഗ്രീൻസ് ഫംഗ്ഷൻ ആണ്. ഡെൽ സ്ക്വയർ പ്ലസ് കെ, ആ കെ ആണ് ഈ കെ കണ്ടോ, ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയറിലെ കെ ആണ് ഈ കെ. അതിന്റെ കോർഡിനേറ്റ് ആരാണ്? ആർ ആണ്. ആ ആർ ആണ് ഈ കിടക്കുന്ന ആർ, ഇവിടെ കിടക്കുന്ന ആർ. ഓക്കെ, ആ ഓപ്പറേറ്ററിന്റെ ഗ്രീൻസ് ഫംഗ്ഷൻ ആണിത്. അപ്പോൾ ഗ്രീൻസ് ഫംഗ്ഷൻ എപ്പോഴും ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആരുടെ ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഗ്രീൻസ് ഫംഗ്ഷൻ എപ്പോഴും ഒരു ഓപ്പറേറ്ററിന്റെ ഇതേ ഫംഗ്ഷൻ ആയിരിക്കില്ല ഡെൽ സ്ക്വയറിന്റെ ഗ്രീൻസ് ഫംഗ്ഷൻ. വെറും ഡെൽ സ്ക്വയർ ഉള്ളതെന്ന് വെക്കാം. നമുക്കിവിടെ അങ്ങനെ ഇക്വേഷൻ ഇല്ല. ഡെൽ സ്ക്വയർ മാത്രമാണ് വേറെ ഇക്വേഷൻ. ഡെൽ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആണെങ്കിൽ സമയത്ത് വേറെ ഗ്രീൻസ് ഫംഗ്ഷൻ ആണ്. ആൻഡ് ദാറ്റ് ഡിഫർ ഐ മീൻ ദർ വിൽ ബി ചേഞ്ചിങ് ഫ്രം ഓപ്പറേറ്റർ ടു ഓപ്പറേറ്റർ. കിട്ടാം. ഓക്കെ, നമ്മൾ തൽക്കാലം നേരിട്ട് നമ്മൾ ആരെ എടുത്തു? ഇ റേസ് ടു ഐ കെ ആർ ബൈ ആറിനെ എടുത്തു. സോ ദാറ്റ് നമുക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ കിട്ടി. ഗ്രീൻസ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഈ പറയുന്ന നമുക്ക് തിരിച്ച് ഈ ഇതിലേക്ക് നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതായത് നമുക്ക് കിട്ടിയ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ദാറ്റ് ഇസ് ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ acting on g of r equal to del cube r എന്നുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ബേസിക് ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ടിങ് ഓൺ psi of r equal to some q എന്നുള്ളതായിരുന്നു. ഓക്കെ, സോ സപ്പോസ് യു നോ this g of r, you can find q, you can find psi of r എന്നുള്ളതായിരുന്നു നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ഓക്കെ, അപ്പോൾ അതിൽ ഒരു കാര്യം കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ ഞാൻ തെറ്റിപ്പോയത് അതാണ്. നേരത്തെ പറഞ്ഞ ഇവിടെ ഒരു സൊല്യൂഷനും കൂടി ഉണ്ട്. അതായത് ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ടിങ് ഓൺ സംതിങ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഹോമോജീനിയസ് പാർട്ടും കൂടി ഉണ്ട്. ഹോമോജീനിയസ് പാർട്ട്. ഓക്കെ, ആ ഹോമോജീനിയസ് പാർട്ടിന്റെ സൊല്യൂഷനെ ഞാൻ psi 0 ഓഫ് r എന്ന് വിളിക്കാൻ നോക്കിയാൽ psi 0 ഓഫ് r. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ psi 0 ഓഫ് r-ൻ്റെയും കൂടെ സൂപ്പർ പൊസിഷൻ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ജനറൽ സൊല്യൂഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജനറൽ സൊല്യൂഷനെ കുറിച്ച് ഒന്ന് നോക്കി നോക്കാം. എന്താണ് നമ്മുടെ psi ഓഫ് r വരിക? ഞാൻ അപ്പുറത്തെ പേജിൽ എഴുതാം. ഓക്കെ, നമ്മുടെ psi ഓഫ് r ഏകദേശം എന്താ വരിക നമുക്കിപ്പോൾ ഊഹിക്കാം. പിന്നെ psi ഓഫ് r-നെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് q ഓഫ് r g ഓഫ് r കിട്ടിക്കഴിഞ്ഞാൽ എഴുതാമെന്നാണ് പറഞ്ഞത്. psi ഓഫ് r-ന്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയത് എങ്ങനെയാണ്? g ഓഫ് r മൈനസ് r0 ഇൻറ്റു q ഓഫ് r0 d ക്യൂബ് r0 എന്നാണ്. ഇപ്പം നമുക്ക് ആരെ കിട്ടി? ജീനെ കിട്ടി അല്ലേ? ജി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ഐ കെ ആർ ബൈ 4 പൈ ആർ ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു ജി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ഐ കെ ആർ മൈനസ് r0 അല്ലേ? ആർ മൈനസ് r0 അല്ലെ? ആർ എന്നുള്ള സ്ഥലത്തൊക്കെ ആർ മൈനസ് r0 കൊടുക്കുക ബൈ 4 പൈ r minus r0. I'm taking the modulus of this. Okay, into q of r0. ആരാണ് q of r0? ബേസിക്കലി ആരായിരുന്നു q എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? This is my q of r. 2mv psi by h cross square. അതിൽ തന്നെ ഞാൻ കൊടുക്കാം 2mv of r0 by h cross square psi of r0. Okay, q of r0 എന്നുള്ള q of r-നെ എടുത്തിട്ട് അതിന് മുഴുവൻ r-ന് പകരം r0 കൊടുത്തു. Okay, but I know that this q is equal to 2mv psi by h cross square ആണ്. So this is all functions of r. Okay, r-നൊക്കെ പകരം ഞാൻ r0 കൊടുത്തു, ഇവിടെ r0 കൊടുത്തു, ഇവിടെ r0 കൊടുത്തു. Okay, കഴിഞ്ഞോ? Yes, integrated over d cube r0. So this is the final expression for psi of r. ഇത് ആരുടെ മാത്രമാണ്? ജനറൽ ഇക്വേഷൻ സൊല്യൂഷൻ. അവിടെയാണ് ഞാൻ പറഞ്ഞത് എന്ത്? അതിൻ്റെ കൂടെ ആരെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം?
ഒരു psi 0r കൂടെ ആഡ് ചെയ്യുമ്പോൾ psi 0r is nothing but the solution of the homogeneous differential equation. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 തരം സൊല്യൂഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഒന്ന്, general solution with q as the inhomogeneous part. Another function is the Green's function, which is the source term is a delta function. Then psi 0r, which is the source is 0. ഓക്കെ, ഈ 3 എണ്ണം ഉണ്ട്. ഇങ്ങോട്ട് ചേർത്ത് നമ്മൾ psi of r നെ എഴുതി. ഓക്കെ, ഈ psi of r നെ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? This is what we call the integral. കഴിഞ്ഞിട്ടില്ല. അപ്പോൾ psi 0r നെ കൂടെ ചേർത്ത് I can write that psi of r എന്ന് പറയുന്നത് ഈ സൊല്യൂഷൻ്റെ കൂടെ ആരും കൂടെ ചേരുന്നതാണ്, psi of r കൂടെ ചേരുന്നതാണ്. ഓക്കെ, how come this is minus sign? Second. ഒരു ചെറിയ I made another mistake here. ഒരു മിസ്റ്റേക്കും കൂടിയുണ്ട്. ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചതിൽ ഗ്രീൻസ് ഫംഗ്ഷൻ പറയുന്നത് മൈനസ് ഇ റേസ് ടു ഐ കെ ആർ എന്നാണ് അല്ലേ? മൈനസ് ഇവിടെയാണ് കേട്ടോ. മറ്റേ അടുത്ത പേജിൽ എഴുതിയപ്പോൾ അത് തിരിച്ചു പോയി. മൈനസ് ഓഫ് ഇ റേസ് ടു ഐ കെ ആർ ഞാൻ എഴുതിയപ്പോൾ അത് ഇ റേസ് ടു മൈനസ് ഐ കെ ആർ എന്നായി. ഇവിടെയല്ല, ഈ മൈനസ് എന്നുള്ളത് ഇവിടെയാണ്. ഓക്കെ, ഇ റേസ് ടു മൈനസ് ഓഫ് ഇ റേസ് ടു ഐ കെ ആർ മൈനസ് ആർ 0 എന്നാണ് കേട്ടോ. ഓക്കെ, സോ ഐ ക്യാൻ, അപ്പോൾ മൈനസിന് എഴുതെടുക്കാം, എനിക്ക് ഇൻ്റഗ്രേഷൻ പുറത്ത് എഴുതാം. ഇവിടെ മൈനസ് ആയി എഴുതാം. സോ psi of r എന്ന് പറയുന്നതിന് കൂടെ ആരൊക്കെ എഴുതാം? psi 0 of r ആരാണ്? നമ്മുടെ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ മൈനസ് ഈ പറഞ്ഞ സാധനം മുഴുവൻ എടുത്ത് എഴുതാം. ദിസ് ഈസ് വാട്ട് വി കോൾ ദി ഇൻറ്റഗ്രൽ ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്ന് ചെയ്യുന്നില്ല. സോ അപ് ടു ദിസ് നിങ്ങൾ പഠിക്കുക. ഇനിയാണ് നമ്മൾ ശരിക്കും അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനെ ഈ r മൈനസ് r 0നെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നതാണ് ബോൺ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. അതിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമ്മൾ 2 സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് f of θ കണ്ടുപിടിക്കും. അതിൽ നിന്ന് വി വിൽ ഫൈൻഡ് ദി ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. ഓക്കെ, തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ നിർത്തുന്നു. നമ്മളിന്ന് ചെയ്തത് ഇൻറ്റഗ്രൽ ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അത് അങ്ങനെ തന്നെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ സ്കിപ്പ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഗ്രീൻസ് ഫംഗ്ഷനെ കണ്ടുപിടിക്കുന്ന മാത്തമാറ്റിക്കൽ സ്റ്റെപ്പാണ് സ്കിപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഭാഗം മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഔചിത്യം പോലെ എഴുതിയിട്ട് ഈ എസ്സേയിൽ ബാക്കിയുള്ളതൊന്നും ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്, ഡെൽ സ്ക്വയർ എടുത്തപ്പം അതില് 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to 2is dot r എന്നല്ലേ വരും? അത് e raised to is dot r 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം ഇല്ല, നമ്മളിവിടെ എവിടെയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അല്ല സർ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെൽ സ്ക്വയർ ഡെൽ സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന സമയത്ത് ഒരു ഐ എസ് പുറത്ത് വരും, പിന്നെയും ഒരു ഐ എസ് കൂടെയല്ലേ പുറത്ത് വരുള്ളൂ. 2 എവിടെയാണ്? എങ്ങനെ 2 വന്ന് 2 വരുമോ? എക്സ്പോണൻഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ്പോണൻഷ്യൽ തന്നെ ആ ഫംഗ്ഷന്റെ ഗ്രൂപ്പ് ആറിലാണല്ലോ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതിനെ നോക്ക്, ഡെൽ ഓഫ് ഇ റേസ് ടു ഐ എസ് ഡോട്ട് ആർ എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഐ എസ് ഇൻറ്റു ഇ റേസ് ടു ഐ എസ് ഡോട്ട് ആർ ആണ് അല്ലേ? ഒരു ഡെല്ലും കൂടെ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ദാറ്റ് ഈസ് ഐ എസ് ഇ റേസ് ടു ഐ എസ് ഡോട്ട് ആർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഐ -1 മൈനസ് എസ് സ്ക്വയർ ഇ റേസ് ടു ഐ എസ് ഡോട്ട് ആർ. ഓക്കെ അല്ലേ? അതേപോലെ കെ സ്ക്വയർ ആക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല, വെറുതെ കെ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ഐ എസ് ഡോട്ട് ആർ തന്നെ. ദർ ഇസ് നോ ഓപ്പറേഷൻ. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് എസ് സ്ക്വയറും ഇവിടെ പ്ലസ് കെ സ്ക്വയറും മാത്രം വന്നത്. അതിന് ക്ലബ് ചെയ്തിട്ട് ഇ റേസ് ടു ഐ എസ് ഡോട്ട് ആർ. ഓക്കെ, ഓക്കെ അല്ലേ?
തൽക്കാലം നിർത്തുന്നു. കണ്ടിന്യൂ വാട്ട് ഹാപ്പൻസ്. ഇങ്ങനെ ഈ ഇൻ്റഗ്രൽ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്കാറ്ററിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ.